ഹലോ നമസ്കാരം. അപ്പൊ സഞ്ജു മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുള്ളത്. നിന്റെ അഹങ്കാരമാണോ നിന്റെ അലങ്കാരം? പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഇത് ചോദിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാ, ആദ്യം നിന്നെ ഒരു തവണ പിടിച്ചായിരുന്നു. ഈ ഒരു തവണ പിടിച്ചതിന് ശേഷം നീ വീണ്ടും പുറത്ത് വന്നിട്ട് ഇന്ത്യയുടെ നിയമങ്ങളെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. പരിപാടികൾ ആരംഭിക്കും. കാരണം എന്താണെന്നോ, പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഇട്ട് നീന്തണ്ടായില്ലേ, വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ, രാവിലെയും വൈകിട്ട് നീന്തുക, നല്ലൊരു വ്യായാമമായിരിക്കും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചില സ്ഥലത്ത് ആല് കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും. എടാ, പണം ഉപയോഗിച്ചിട്ട് എന്തും വാങ്ങാന്നുള്ളൊരു പരിപാടിയുണ്ട്, അത് നടക്കില്ല. ഭ്രാന്തന്മാര് സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടായി കൊടുക്കരുത്. MED ഒന്നും വെല്ലുവിളിക്കേണ്ട, പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുക. കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്, അല്ലേ? ഇവിടുത്തെ നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ജീവിക്കാം എന്നുള്ളൊരു മൈൻഡ് അത് ഒട്ടും ശരിയല്ല സഞ്ജു. പിന്നെ അനിയൻ ശുപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കണ്ട. MED വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്തു വന്നിട്ട് എന്റെ റീച്ച് കൂടി 10,000 കൂടി, ഇത്തരം ആന്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് റീച്ച് കൂടി വരുവാൻ. തെറ്റുകളെല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും വന്ന് ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമല്ല അത്. വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് തെറ്റായ രീതിയിലുള്ള ഒരു ഉദാഹരണമാണത് കാണിച്ചിരിക്കുന്നത്. യൂട്യൂബർക്ക് റീച്ച് കൂടുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ്സ്. കാരണം നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ്. കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ. പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ളൊരു ധാഷ്ട്യമുണ്ടല്ലോ, അതങ്ങാട് ഉപേക്ഷിക്കണം. പിന്നെ ഈ പണം വന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. നീ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യസ്നേഹി, ആർക്കും എന്ത് ഗോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട. ട്രാൻസ്പോർട്ടിൽ ഇത്തരം വേലകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്, ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തണമെന്നാണ്. ഈ കാര്യത്തിൽ തന്നെ കർശനമായ നടപടി എടുക്കാവുന്നതിൻ്റെ ഏറ്റവും കർശന നടപടി എടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം. അത് അക്ഷരം പ്രതി പാലിക്കുകയും ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. ഈ കക്ഷിയുടെ തന്നെ എനിക്ക് തോന്നുന്നത്, ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം, പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. അല്ലാതെ ഒരു മാന്യന്റെ, ഞാൻ പറഞ്ഞല്ലോ മുമ്പേ പറഞ്ഞ, നിയമം അനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ. അവരാണ് യഥാർത്ഥ നല്ല പൗരന്മാർ. ഒരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല. എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ്സിന് ചേർന്നല്ല. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷെ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഇതിന് മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലെത്തരമുണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും. ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്ത് ഞങ്ങൾ ഉപദേശിച്ചു, ഒന്ന് ശാസിച്ചു വിട്ടു എന്നൊന്നും ആയിരിക്കില്ല നടപടി. യൂട്യൂബ് തുടക്കത്തിൽ തന്നെ നീ ഒത്തിരി കഷ്ടപ്പെടണമെന്ന് നമുക്കറിയാം. പക്ഷേ നീ ചെയ്യുന്ന ഓരോ വീഡിയോയും സാധാരണക്കാരായ മനുഷ്യരാണ് കണ്ടിരിക്കുന്നത്. അവരുടെ കാഴ്ചയിലൂടെയാണ് നിന്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ നീ അത് മറക്കരുത്. ഇത് എന്റെ പണമാണ്, എനിക്കിഷ്ടമുള്ളത് ചെയ്യും എന്ന് പറയുമ്പോൾ അതൊരു അഹങ്കാരത്തിന്റെ ഒരു സിമ്പലാണ് സഞ്ജു. പിന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തതിന് ശേഷം, ഒരുപാട് മിസ്റ്റേക്കുകൾ കാണിച്ചതിന് ശേഷം വന്നിട്ടൊരു മാപ്പ് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും തിന്നുന്നത് ചോറ് തന്നെയാണ്. അത്യാവശ്യം നിന്റെ വീഡിയോ കാണുന്നവർക്ക് തലച്ചോറുള്ളവർ തന്നെയാണ്. അപ്പൊ ഇനിയെങ്കിലും തെറ്റുകൾ ചെയ്യാതെ നല്ല വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു തവണയും കൂടി പറയണ്, അഹങ്കാരം ഒരിക്കലും അലങ്കാരമാക്കരുത് സഞ്ജു.